ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഒരു 1.5 കിലോ വെയിറ്റ് വരുന്ന ഒരു സ്ക്വയർ കേക്കാണ് ചെയ്ത് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനും പിന്നെ അതിൻ്റെ ഫ്രോസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന, പെട്ടെന്ന് വരുന്ന ഓർഡറൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ സ്റ്റാൻഡ് മിക്സറിൽ ഒരു 6 മുട്ട എടുത്തിട്ടാണ് ഒന്നിച്ച് ബീറ്റ് ചെയ്ത്, പഞ്ചസാര അതേപോലെ തന്നെ 1.5 കപ്പ്. നമ്മൾ എന്തുമാത്രം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നോ അതിനനുസരിച്ചുള്ള പഞ്ചസാര ഇടുക. പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് 1.5 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഇതിനകത്ത് ഉപ്പിടാം. നമുക്ക് പിഞ്ചുപ്പ് ഇട്ടിട്ട് പറ്റില്ല, കാരണം 1.5 കിലോ ഇല്ലേ, അത്രയും. എന്നിട്ട് പിന്നെ പഞ്ചസാരയും ചേർത്തിട്ടാണ് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരുമ്പോഴേക്കും 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് നന്നായിട്ട് ബീറ്റായി കിട്ടി. എന്നിട്ട് അതുപോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതിനകത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ ചെയ്തെടുക്കുക. അത് 1.5 കപ്പ് ഞാൻ 2 ട്രിപ്പായിട്ടാണ് ചെയ്തെടുക്കുന്നത്. കാരണം ഞാൻ ആ ബാറ്റർ തന്നെ 2 സെപ്പറേറ്റ് ചെയ്യാൻ മാറ്റിയിട്ട് ഒറ്റ സ്ക്വയർ മോൾഡ് ഉള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഞാൻ 7 ഇഞ്ചിൻ്റെ മോൾഡിൽ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ട് വീണ്ടും അത് മാറ്റിയിട്ടാണ് അടുത്ത ട്രിപ്പ് ഞാൻ ചെയ്തെടുത്തത്. നല്ല സോഫ്റ്റായിട്ട് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക്. രണ്ടും 2 കളറ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ കൊക്കോ പൗഡറല്ല ഞാൻ സെക്കൻഡ് ഉപയോഗിച്ചത്. അപ്പോൾ അതിൻ്റെ തന്നെയാണ് ഡാർക്ക് കളർ വന്നത്. അപ്പോൾ ഫസ്റ്റ് അധികം ഡാർക്ക് അല്ലാത്തൊരു കൊക്കോ പൗഡറായിരുന്നു, അതുകൊണ്ട് ആ ഒരു കളർ കിട്ടിയത്. സെക്കൻഡ് നല്ല ഡാർക്ക് കളറിൽ കൊക്കോ പൗഡറായിരുന്നു. അപ്പോൾ ആ കളറിൻ്റെ ഡിഫറൻസ് ഉണ്ട്. എന്നിട്ട് നമ്മളെപ്പോഴും എടുക്കുന്നത് പോലെ തന്നെ ഞാനിപ്പോൾ 1/4 കപ്പ് വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസാണ് എടുത്തിരിക്കുന്നത്. മൈദ, അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർത്താൽ മതി. അത്രയും നല്ലൊരു കളറ് കിട്ടുന്ന രീതിയിൽ, ആ ഡാർക്ക് കളറാകുമ്പോൾ. മറ്റേത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇടേണ്ടി വരും. അത്രയും. എന്നിട്ട് അതിൻ്റെ ലെയറിലൊക്കെ ഞാനൊരു ചോക്ലേറ്റ് ഗനാഷാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് സ്ട്രോബെറി ക്രഷും, ഇത്രയും ചേർത്തിട്ടാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണിത്. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് ഇടുന്നതിനേലും നല്ലത് ഗനാഷായിട്ട് ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ആ ഒരു ലെയറിൽ കൊടുക്കുമ്പോൾ കേക്ക് കഴിക്കാനായിട്ട്. കാരണം നമ്മളിത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ. എന്നിട്ട് ഈ ഒരു കളർ തീം അവർ പറഞ്ഞ ഒരു കളർ തീമാണിത്. അപ്പോൾ ആ ഒരു കളറിൽ നമ്മൾ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നോസിൽ വർക്കുമാണ്. ഒരുപാട് അങ്ങോട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യാനൊന്നുമില്ല. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം നമുക്ക്. നമ്മൾ സ്റ്റാൻഡ് മിക്സറിൽ ചെയ്തതുകൊണ്ട് തന്നെ നല്ല ഫ്ലഫി ആയിട്ട് നമ്മളുടെ സ്പോഞ്ചൊക്കെ റെഡിയാക്കി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുഗർ സിറപ്പ് നമ്മൾ ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഒഴിച്ചെന്നാൽ അത് ലീക്കായിട്ട് പുറത്തേക്ക് പോരാ, അത്രയും സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം നമ്മൾ ലെയർ ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതിനകത്ത് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ലെയർ ചെയ്യുമ്പോൾ വെക്കാനായിട്ട്. അപ്പോൾ ആവശ്യമുള്ള ഷുഗർ സിറപ്പ് അതിനകത്ത് പിടിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ പ്ലേറ്റിലായിക്കോളും. നമുക്ക് അറിയാൻ പറ്റും എത്രമാത്രം ഒഴിക്കണം എന്നുള്ളത്. കാരണം ഓവറായി പോയിരുന്ന സൈഡിൽ കൂടി ഒഴുകിയൊക്കെ വരും. എന്നിട്ട് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള നമ്മളുടെ സ്റ്റാർ നോസിലും പിന്നെ ആ ഷെൽ നോസിലും കൊണ്ടുള്ള വ്യത്യസ്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയ ഒരു ക്രീമും ഡാർക്ക് പീച്ച് കളറും കൂടി ചെയ്തെടുത്തു. വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ കൂടെ കാണുന്ന ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താഴെയും ഇതുപോലെ നോസിൽ വർക്ക് ചെയ്തു. വളരെ സിമ്പിളല്ലേ? കാരണം ഞാൻ ഒരുപാട് അങ്ങനെ ലെങ്തി ആയിട്ട് കാണിക്കാത്തത് നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ടാണ്, സ്കിപ്പ് ചെയ്യാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ലെങ്തി ആയിട്ട്, അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്, സബ്സ്ക്രൈബ് ചെയ്യണം. അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.